PV അൻവർ ഒരു പാർട്ടി രൂപീകരിക്കുന്നുണ്ടല്ലോ. അപ്പം അതിന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? രാവിലെ മീഡിയാസ് കാണിച്ചിരുന്നു. നല്ല കാര്യല്ലേ നമ്മളൊരു ഫ്ലെക്സ് ഒരു സ്ഥലത്ത് കാണാൻ അറിയുമ്പോ അത് അതിന്റെ അർത്ഥം ആ പാർട്ടി ചേരുന്നില്ല. ഒരു രാഷ്ട്രീയത്തിലേക്കും തൽക്കാലം ഇല്ല, ഒന്നിലേക്കും ഇല്ല. എല്ലാരോടും ഇഷ്ടമാണ്, എല്ലാരും ഇഷ്ടമാണ്. അത് ഇന്ന ആളെന്നില്ല. PV അൻവർ സാറിനെ ഇഷ്ടമാണ്, പിണറായി വിജയനെ ഇഷ്ടമാണ്, കുഞ്ഞാലിക്കുട്ടിനെ ഇഷ്ടമാണ്, VD സതീശനെ ഇഷ്ടമാണ്, KC വേണുഗോപാലിനെ ഇഷ്ടമാണ്. എല്ലാ നേതാക്കന്മാരെയും നമുക്ക് ഇഷ്ടമാണ്. ഇനി ആരെ പേര് വിട്ടു തന്നെ ഒന്നും വിചാരിക്കരുത്. എല്ലാ നേതാക്കന്മാരെയും ഇഷ്ടമാണ്. കാരണം ഓരൊക്കെ നമ്മളെ നേതാക്കന്മാരല്ലേ. ഞമ്മക്കും വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത ആളുകളല്ലേ. അതാ പോയിന്റ്. ഞമ്മക്കും വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്ത ആളുകളാണ്. നമ്മളെ സേവിക്കാനുള്ള ആളുകളാണ്. ഓരോ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ട്. മീഡിയാസ് പറഞ്ഞത് വഴിയാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വന്നിട്ടുണ്ടെന്നുള്ളത്. നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിനെപ്പറ്റി ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അതിന്റെ കുഴപ്പമൊന്നുമില്ല. ഈ മനാഫ് എന്ന് പറയുന്നത് വല്ല കോപ്പിറൈറ്റ് ഉള്ള സാധനമൊന്നുമല്ല. മനാഫിനെ ആർക്കും ഫോട്ടോ ആയിക്കോട്ടെ, പേരായിക്കോട്ടെ, ആര് യൂസ് ചെയ്ത് കഴിഞ്ഞാലും സന്തോഷമുള്ളൂ. പിന്നെ ഇപ്പം നിലവിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവാണ്. പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാണ് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് ഉദ്ദേശമെങ്കിലല്ല, എന്തെങ്കിലും ഞാൻ പൊതുവെ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടണേന് ഇതുവരെ ആരും അറിയില്ലേനും. കാരണം ഈ വിഷയത്തോട് കൂട്ടിയിട്ട് നമ്മളെ ജനശ്രദ്ധയിൽ വന്നതെന്നുള്ളൂ. എനിക്കറിയാം, ഇന്നെ പൊക്കി പറയുന്ന ആളുകൾ ഇന്നെ നാളെ താത്തി പറയുകയും ചെയ്യും. പക്ഷെ എന്നും ഒരു നിലപാടുള്ള വ്യക്തിയാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയ സാധനം ഞാനിനി ലോകം മൊത്തം എതിർത്താലും ഞാൻ ആ ശരീന്റെ കൂടെ നിൽക്കും. അതില് ഒരു സംശയമില്ല. നിലപാട് വേണം മനുഷ്യന്മാർക്കായിട്ട്. ആ നിലപാട് തീർച്ചയായിട്ടും എനിക്ക് നന്നായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്തെങ്കിലും ഒരു പൊതു പ്രശ്നങ്ങൾ കണ്ട അവിടെ പോവാനും ചെയ്യാനും ഒക്കെ ഞാൻ നിൽക്കും, ചെയ്യും. മുൻപും പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട്, പാർട്ടിയിലൂടെ അല്ല. മുന്നേ നടത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് ഒരു വലിയ രാഷ്ട്രീയക്കാരന്റെ മോനാണ് ഞാൻ. കർണാടകയിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന്റെ മോനാണ് ഞാൻ. അപ്പൊ എന്തായാലും ബ്ലഡ് അതാണ്. പൊതുപ്രവർത്തനം തന്നെ നമുക്ക്. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരു ഇത് നടത്തിയിട്ടില്ല. ഞാനിപ്പോ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് നമ്മളെല്ലാവരും നമ്മളതായ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളാണ്. ആ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്ന് ഞാനിപ്പോ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് എന്റെ നാട് എത്രത്തോളം മലിനമായിപ്പെട്ടു. അതൊക്കെ ഒന്ന് കുറച്ച് മാറേണ്ടതുണ്ട്. അത് മാറ്റാൻ ശരിക്കും ഞാൻ മാത്രമല്ല, സകല മലയാളികളും, ഇനിയിപ്പോ ഇന്ത്യ മൊത്തമാണെങ്കിൽ നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും.